ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അർദ്ധചാലക വ്യവസായം വിപ്ലവത്തിന്റെ വക്കിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് സിലിക്കൺ നയതന്ത്രത്തിന്റെ യുഗമാണെന്നും പ്രധാനമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനം, ഊർജ്ജ പരിവർത്തനം എന്നിവ ആഗോളതലത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈബർ കുറ്റകൃത്യങ്ങളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഏർപ്പെട്ട 1 കോടിയിലധികം മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചതായി കേന്ദ്ര സർക്കാർ. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ ഓഷ്യൻ 2024 റഷ്യ തുടക്കമിട്ടു. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ വ്യതിയാനം, ഊർജ്ജ പരിവർത്തനം എന്നിവ ആഗോളതലത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർബൺ മുക്തമാക്കാൻ ഹരിത ഹൈഡ്രജൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ പങ്കാളിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനത്തെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ മോദി. ഉത്പാദനം വർദ്ധിപ്പിക്കുക, ചെലവ് കുറയ്ക്കുക, അടിസ്ഥാന സൌകര്യമുണ്ടാക്കുക എന്നിവയിൽ സഹകരണത്തിലൂടെ പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള നയ രൂപീകരണത്തിൽ ഊർജ്ജ പരിവർത്തനം, സുസ്ഥിരത എന്നിവ പ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശുചിത്വമുള്ള ഹരിതഭൂമി സൃഷ്ടിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാരീസ് ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയ ആദ്യ G20 രാഷ്ട്രം ഇന്ത്യയാണ്. വൈദ്യുതീകരണം ബുദ്ധിമുട്ടായ വ്യവസായങ്ങളെ ഹരിത ഹൈഡ്രജൻ വഴി കാർബൺ മുക്തമാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൌത്യത്തിന് 2023 ഇന്ത്യ തുടക്കമിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. Friends, green hydrogen is emerging as a promising addition to the world's energy landscape. It can help in decarbonizing industries that are difficult to electrify. India has already launched the National Green Hydrogen Mission in 2023. We want to make India a global hub for the production, utilization and export of green hydrogen. ഹരിത ഹൈഡ്രജൻ ഉത്പാദനം, ഉപയോഗം, കയറ്റുമതി എന്നിവയിൽ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നവീകരണം, അടിസ്ഥാന സൌകര്യം, വ്യവസായം, നിക്ഷേപം എന്നിവയിൽ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൌത്യം പ്രചോദനം നൽകുന്നു. വികസനത്തിലും അത്യാധുനിക വിഷയങ്ങളിലെ ഗവേഷണത്തിലും രാജ്യം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ അർദ്ധചാലക മേഖല ഒരു വിപ്ലവത്തിന്റെ വക്കിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2024 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത് സിലിക്കൺ നയതന്ത്രത്തിന്റെ യുഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോക അർദ്ധചാലക വ്യവസായത്തെ ചലിപ്പിക്കുന്നതിൽ ഇന്ത്യ സുപ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യുപിയിലെ ഗ്രേറ്റർ നോയിഡയിൽ 3 ദിവസത്തെ സെമികോൺ ഇന്ത്യ 2024 തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അർദ്ധചാലക ഭാവി രൂപപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ സന്ദേശം. ഇന്ത്യയെ അർദ്ധചാലകത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്ന തന്ത്രവും നയവും സമ്മേളനം ചർച്ച ചെയ്യും. 250-ലധികം പ്രദർശകരും ആഗോള അർദ്ധചാലക മേഖലയിലെ 150ഓളം വിദഗ്ധരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് 2745 കോടി രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് വിതരണം ചെയ്യും. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് പരിപാടി. സംസ്ഥാനങ്ങളിലെ ഗ്രാമവികസന മന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വലിയ തോതിൽ ജനങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് പേർ ഓൺലൈനായും പങ്കെടുക്കും. ഇന്ത്യ ഫിലിപ്പീൻസ് സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയുടെ 5ാമത് യോഗം ഇന്ന് ഫിലിപ്പീൻസിലെ മനിലയിൽ നടക്കും. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമന യോഗത്തിൽ സഹ അധ്യക്ഷനാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സിവിൽ ഏവിയേഷൻ സംബന്ധിച്ച 2ാമത് ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് ആരംഭിക്കും. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയും വ്യോമയാന മന്ത്രാലയവും ചേർന്നാണ് 2 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വിമാനത്താവളങ്ങളുടെയും വിമാനങ്ങളുടെയും എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് രാജ്യത്ത് ഉണ്ടായിട്ടുള്ളതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സൈബർ കുറ്റകൃത്യങ്ങളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഏർപ്പെട്ടതായി കണ്ടെത്തിയ 1 കോടിയിലധികം മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചതായും 2.27 ലക്ഷം മൊബൈൽ ഹാൻഡ്സെറ്റുകൾ ബ്ലോക്ക് ചെയ്തതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു.
സഞ്ചാർ സാഥി സംരംഭത്തിന്റെ സഹായത്തോടെയാണ് ഈ കണക്ഷനുകൾ തിരിച്ചറിഞ്ഞതെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 3.5 ലക്ഷം സ്പാം നമ്പറുകൾ വിച്ഛേദിക്കുകയും 50 സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് മികച്ച ഗുണനിലവാരമുള്ള ടെലികോം സേവനം സാധ്യമാക്കുന്നതിന് നിരവധി നടപടികൾക്കാണ് വകുപ്പ് തുടക്കം കുറിച്ചിട്ടുള്ളത്. കേരളത്തിൽ കൃഷിവകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിച്ചു. മന്ത്രിമാരായ പി പ്രസാദ്, വി എൻ വാസവൻ, ജെ ചിഞ്ചുറാണി, ഒ ആർ കേളു, റോഷി അഗസ്റ്റിൻ, കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കി വരുന്ന ബൃഹത് പദ്ധതിയാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി. 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ ഓഷ്യൻ 2024 റഷ്യ തുടക്കം കുറിച്ചു. റഷ്യയുടെ 5 കപ്പൽ വ്യൂഹങ്ങളും അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ ആരംഭിച്ച നാവിക അഭ്യാസം പസഫിക്, ആർട്ടിക് സമുദ്രങ്ങളിലും മെഡിറ്ററേനിയൻ, കാസ്പിയൻ, ബാൾട്ടിക് സമുദ്രങ്ങളിലും ഒരേ സമയം നടക്കും. വർദ്ധിച്ചുവരുന്ന ഭീഷണികൾക്കിടയിൽ രാജ്യം ഏത് സാഹചര്യത്തിനും തയ്യാറാകേണ്ടതിന്റെ ആവശ്യകത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഊന്നിപ്പറഞ്ഞു. അഭ്യാസത്തിൽ 120-ലധികം വിമാനങ്ങളും 90,000-ലധികം ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 400-ലധികം യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, സഹായ കപ്പലുകളിൽ നിന്നുള്ള സപ്പോർട്ട് വെസലുകൾ എന്നിവ ഉൾപ്പെടുന്നു. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 4 കപ്പലുകളും 15 വിമാനങ്ങളും സംഭാവന ചെയ്ത് ചൈനയും പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അഭ്യാസങ്ങൾ നിരീക്ഷിക്കാൻ മറ്റ് 15 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ക്ഷണിച്ചതായി പ്രസിഡന്റ് പുടിൻ പറഞ്ഞു. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. ആദ്യ മത്സരത്തിൽ ചൈനയെയും തുടർന്ന് ജപ്പാനെയും ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. മികച്ച 4 ടീമുകൾ ഈ മാസം 16-ന് നടക്കുന്ന സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും. ഈ മാസം 17-നാണ് ഫൈനൽ. 45ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ തുടക്കമാകും. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 1800-ലധികം കളിക്കാർ പങ്കെടുക്കും. ഓപ്പൺ വിഭാഗത്തിൽ 193 ദേശീയ ടീമുകളും വനിതാ വിഭാഗത്തിൽ 181 ടീമുകളുമാണ് മത്സരിക്കുക. അമേരിക്കയ്ക്ക് തൊട്ടുപിന്നിൽ 2ാം സീഡ് ടീമായാണ് ഇന്ത്യ ഓപ്പൺ സെഷനിൽ പ്രവേശിക്കുക. കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ 100 ദിവസ നേട്ടങ്ങളുടെ ഭാഗമായി 6 സംരംഭങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ 2.0, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, നാഷണൽ യൂത്ത് പാർലമെന്റ് സ്കീം 2.0, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയുൾപ്പെടുന്ന സംരംഭങ്ങൾക്കാകും മന്ത്രാലയം തുടക്കം കുറിക്കുക. ദേശീയ ഇ വിധാൻ ആപ്ലിക്കേഷൻ 2.0യുടെ പരിഷ്കരിച്ച പതിപ്പ് കൂടുതൽ ഉപയോക്തൃ സൌഹൃദവും നിരവധി നൂതന സൌകര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നതായിരിക്കുമെന്ന് പാർലമെന്ററി കാര്യ മന്ത്രാലയം അറിയിച്ചു. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ദേശീയ യൂത്ത് പാർലമെന്റ് മത്സരത്തിന്റെ പുതിയ പദ്ധതിക്കും മന്ത്രാലയം തുടക്കം കുറിക്കും. വെള്ളപ്പൊക്കവും കനത്ത മഴയും മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് തെലങ്കാന സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് വിവിധ വകുപ്പുകളിലെ 6 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്തർവകുപ്പ് തല കേന്ദ്ര സംഘത്തിന് രൂപം നൽകിയത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉപദേഷ്ടാവുമായ കേണൽ കീർത്തി പ്രതാപ് സിംഗ് സംഘത്തെ നയിക്കും. തെലങ്കാനയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന സംഘം പ്രളയ ബാധിതരുമായും ഭരണകൂടവുമായും ആശയവിനിമയം നടത്തും. 5000 കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങളുണ്ടാക്കിയ വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും 30ഓളം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. തെലങ്കാനയിലെ ക്ഷേത്ര നഗരമായ ഭദ്രാചലത്തിൽ ഗോദാവരി നദിയിലെ ജലനിരപ്പ് 48 അടി പിന്നിട്ടതിനെ തുടർന്ന് ഭദ്രാദ്രി കോതഗുണ്ടം ജില്ലയിൽ അധികൃതർ വീണ്ടും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി. സുരക്ഷ മുൻനിർത്തി 11.82 ക്യൂസെക്സ് ജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുമെന്ന് ജില്ലാ അധികൃതർ അറിയിച്ചു. ഗോദാവരി നദിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അർദ്ധചാലക വ്യവസായം വിപ്ലവത്തിന്റെ വക്കിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് സിലിക്കൺ നയതന്ത്രത്തിന്റെ യുഗമാണെന്നും പ്രധാനമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനം, ഊർജ്ജ പരിവർത്തനം എന്നിവ ആഗോളതലത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈബർ കുറ്റകൃത്യങ്ങളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഏർപ്പെട്ട 1 കോടിയിലധികം മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചതായി കേന്ദ്ര സർക്കാർ. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായ ഓഷ്യൻ 2024 റഷ്യ തുടക്കമിട്ടു. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.